പറഞ്ഞാൽ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഡോക്ടർ അൻസ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് കുറേ അധികം യൂസ്ഫുൾ നമ്മളെ ലൈഫിൽ പല സാഹചര്യത്തിൽ വന്നു പോകും. നമുക്കറിയില്ല, ചിലപ്പോൾ നമ്മൾ ഉപ്പാക്കാവും, അല്ലെങ്കിൽ നമ്മളെ വേണ്ടപ്പെട്ടായിരിക്കാവും നമ്മളെ മുന്നിൽ ഉണ്ടാവുക. അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവന്റെ വിലയാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടുന്ന സമയം എന്ന് പറയുന്നത് ചിലപ്പോൾ മാക്സിമം ഒരു 5 മിനിറ്റോ അത്രേ ഉണ്ടാവുള്ളൂ. നമുക്ക് തന്നെ അറിയാം, ബ്രെയിനിലേക്ക് പ്രോപ്പറായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഒരു 5 മിനിറ്റ് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളൊന്നും ചെയ്തിട്ട് കാര്യമില്ല, ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു, ആളെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇമ്മീഡിയറ്റ് ആക്ഷൻ ആണോ, ആ ഇമ്മീഡിയറ്റ് ആക്ഷൻ നമ്മളെ മുന്നിലുള്ളത് വളരെ കുറച്ച് സമയമാണ്. അപ്പോൾ ഇന്നത്തെ സെഷൻ എന്ന് പറയുമ്പോൾ BCLS ആണ്. BCLS മീൻ ബേസിക് കാർഡിയോ പൾമണറി ലൈഫ് സപ്പോർട്ട്. അപ്പോൾ ഇതിൽ കോർ ലിങ്ക്സ് ആണ് ആദ്യത്തത്. ഇതൊക്കെ അടിച്ചു വിടാം, പെട്ടെന്ന് പോവാം, പോട്ടെ. ഇതിൽ മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്. ഫസ്റ്റ് ഞാനെല്ലാം കൃത്യമായിട്ട് പറഞ്ഞുതരാം, ജസ്റ്റ് ഇതൊന്ന് നോക്കി വെക്കുക. ഏർലി റെക്കഗ്നിഷൻ ആൻഡ് ആക്ടിവേഷൻ. രണ്ടാമത്തത് ഹൈ ക്വാളിറ്റി CPR. നോർമൽ CPR എല്ലാവർക്കും ചെയ്യാം, പക്ഷെ അത് കറക്റ്റ് ആവണമെന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം പഠിച്ച് ചെയ്യുമ്പോൾ അത് ഹൈ ക്വാളിറ്റി CPR ആണ്. നോർമലും ഹൈ ക്വാളിറ്റി നമ്മൾ നല്ല മാറ്റമുണ്ട്. പിന്നെ അടുത്തത് വരുന്നത് നമ്മൾ ഡീഫിബ്രിലേഷൻ, മീൻ കൃത്യമായിട്ട് ഡീഫിബ്രിലേറ്റ് എത്തുക, നമ്മൾ അതിന്റെ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. അത് എത്തുന്നവരെയാണല്ലോ CPRന്റെ റോൾ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏർലി ട്രാൻസ്ഫർ. ഈ 4 കാര്യങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പോവാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എൻഷ്യൂർ സേഫ് പ്ലേസ് ആണ്. മനസ്സിലായോ? അതായത് ഒരു സ്ഥലത്ത് തീ പിടിക്കുകയാണ്, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അത്യാഹിതം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതായത് നമ്മളെ സേഫ്റ്റി നമ്മൾ നോക്കണം. കറക്റ്റ് അല്ലേ? ചിലപ്പോൾ മരിക്കാൻ പോകുന്നത് നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാളെ കാരം. അപ്പൊ അതിലേക്ക് നമുക്കിപ്പോ ചില ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ നീന്താനൊന്നും അറിയില്ല, മുന്നിലൊരാള് ചിലപ്പം കുളത്തിലോ എവിടെയെങ്കിലുമൊക്കെ മുങ്ങി മരിക്കണത് കാണുമ്പോൾ അവർ എടുത്തു ചാടും, ലാസ്റ്റ് രണ്ടുപേരും മരിക്കും. നമ്മൾ കുറെ വാർത്തകൾ കേൾക്കാറുണ്ട്, ഒരാള് ഹെൽപ്പ് ചെയ്യാൻ പോയിട്ട് അവരും മരിക്കും. അല്ലെങ്കിൽ ഇലക്ട്രിക് ഷോക്കിലൊക്കെ ഇത് വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണാറുണ്ട്. ചിലപ്പോൾ നമ്മൾ വേണ്ടപ്പെട്ടവർ ഇങ്ങനെ ഇലക്ട്രിസിറ്റി അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേക്കാരം നമ്മൾ കാണുന്നത്, നമ്മൾ പോയിട്ട് അവരെ തൊടും, നമുക്കും അടിക്കും, എന്ത് ചെയ്യും, നമ്മളും മരിക്കും. രണ്ടുപേരും ഒരുമിച്ച് ഇല്ലാതാവുന്ന അവസ്ഥയേക്കാരം. അപ്പൊ ഏതൊരു ഫസ്റ്റ് എയ്ഡിലാണെങ്കിലും ആദ്യം ചെയ്യേണ്ട സംഗതി എന്ന് പറയുന്നത് നമ്മുടെ സേഫ്റ്റി നമ്മൾ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ആദ്യം നമ്മളെ ജീവൻ നമ്മൾ രക്ഷിക്കുക, എന്നിട്ടും അത് ഹെൽപ്പ് ചെയ്യലെന്നാണ് ഇത്തരം ബേസിക് ആയിട്ടുള്ള തത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പൊ നമ്മൾ നോക്കുകയാണ്, ട്രെയിനിന്റെ ആക്സിഡന്റ് ആയിക്കോട്ടെ, ഫയർ ആക്സിഡന്റ് ആയിക്കോട്ടെ, ഒരു തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക, അവിടെ പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ? എന്താ സംഭവിക്കുക? അതിന്റെ ഉള്ളിൽ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മൾ മരിച്ചു. നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യാം, ബേൺ സംഭവിക്കാം, ഫയർ ആക്സിഡന്റ് സംഭവിക്കാം. അതല്ല, റോഡിലാണ് ആക്സിഡന്റ് ഉണ്ടായത്, ബോധം കെട്ട് കിടക്കാണ്, റോഡിൽ ഹൈവേന്റെ നടു പോയിട്ട് നമ്മളിങ്ങനെ CPR കൊടുക്കാൻ നിന്നാൽ എങ്ങനെ ഉണ്ടാവും? തൊട്ട് ബാക്കിൽ വരുന്ന പാണ്ടി ലോറി നമ്മളും കൊണ്ടേ പോവുള്ളൂ. ശരിയല്ലേ? അപ്പൊ ഏത് സാഹചര്യത്തിലാണെങ്കിലും നമുക്ക് ഡേഞ്ചർ ആണെന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് കുറച്ചങ്ങ് മാറ്റി നിർത്തിയിട്ട് ഒരു സേഫ് പ്ലേസിലേക്ക് കൊണ്ടുപോവുക. ആ സേഫ് പ്ലേസിൽ നിന്ന് എന്ത് ചെയ്യുക? CPR സ്റ്റാർട്ട് ചെയ്യുക. അതാണ് ആദ്യത്തെ പോയിന്റ്. നിങ്ങളെ മനസ്സിലൊക്കെ വെക്കേണ്ട ആദ്യത്തെ പോയിന്റ്, സേഫ് പ്ലേസ്. അത് ഉറപ്പുവരുത്തുക. ഓക്കെ, അടുത്തതിലേക്ക് പോട്ടെ. ഇനി അതാണ് ഇപ്പൊ നമ്മൾ ആ ഫോട്ടോയിലെല്ലാം കാണിക്കുന്നുണ്ട്. ഇപ്പൊ ആക്സിഡന്റ് കാണിക്കുന്നു, മോട്ടോർ ആക്സിഡന്റ് ആണ്, റോഡിന്റെ നടുവ് പോയി ചെയ്യാൻ പാടില്ല, സൈഡിലേക്ക് മാറിയിട്ട് ചെയ്യുക. എല്ലാ ആക്സിഡന്റിലും നമ്മൾ എന്ത് ചെയ്യുക? ആ സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ മുന്നോട്ട് പോവുക. ഇനി അടുത്തായിട്ടുള്ളത് എന്താണ് നമ്മൾ ഇനി ചെയ്യേണ്ടതെന്നുള്ളതാണ്. പല സാഹചര്യങ്ങളും നമ്മളെ മുന്നിൽ വരും. ചിലപ്പോൾ നമ്മളെ മുന്നിൽ നിന്ന് ഒരാൾ ബോധം കെട്ടതാവാം, അല്ലെങ്കിൽ നമ്മൾ വരുന്ന സമയത്ത് ഓൾറെഡി ബോധം കെട്ട് കിടക്കുന്നുണ്ടാവും. അങ്ങനെ പല പല ക്രൈറ്റീരിയാസ് ഇതിലുണ്ടാവും. അപ്പൊ ഇങ്ങനെ ഒരാൾ ബോധം കെട്ട് കിടക്കുമ്പോൾ നമ്മൾ എങ്ങനെ പോയിട്ട് അയാളെ വിളിക്കുക? നമ്മൾ കൃത്യമായിട്ട് ആ ഷോൾഡറിൽ പോയിട്ടാണ് ചെയ്യേണ്ടത്. അതല്ലാതെ നമ്മൾ അവരോട് പോയിക്കാണ്ട് കയ്യിനോ കാലിനോ ഒന്നും പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? നേരെ പോവുക, നമ്മൾ എന്ത് ചെയ്യുക? ഈ രണ്ട് ഭാഗത്തായിട്ട് അടിക്കുക. അധികം ഇതൊന്നും വേണ്ട, നോർമൽ ടാപ്പ് ചെയ്തിട്ട് എന്താ ചോദിക്കേണ്ടത്? സുഖാണോ, എങ്ങനെ ഇരിക്കണമെന്നൊക്കെ ചോദിക്കണോ? എന്താ ചോദിക്കേണ്ടത്? അത് ഹലോ ഓൾ റൈറ്റ് എന്ന് പറയുന്നത് ഒരു അമേരിക്കനിലാണ് പോകുന്നത്, അല്ല അറിയുള്ളൂ. അതല്ല നമ്മളെ നാട്ടിൽ ചേട്ടാങ്ങൾ ഓക്കെ ആണോ, ഇക്കങ്ങൾ ഓക്കെ ആണോ, എന്താ അവസ്ഥ, നമുക്കത് ഓർക്കാൻ ചോദിക്കാം, എന്താ അവസ്ഥ എന്ന് ചോദിക്കാം. അതാണ് ആദ്യത്തെ സംഗതി. അപ്പൊ നമ്മൾ ആദ്യം നമ്മളെ സേഫ്റ്റി ഉറപ്പുവരുത്തി അതിനുശേഷം നമ്മൾ പല രീതിയിൽ ആള് ബോധം കെടാം. എന്തൊക്കെ സാഹചര്യം ഉണ്ട് ബോധം കെടാന്? ഒരാളെ ബോധം പോകാൻ, അൺകോൺഷ്യസ് ആവാൻ എന്തൊക്കെ റീസൺസ് ഉണ്ട്? ഷുഗർ ഡൗൺ ആയ വരാം, ചിലപ്പോൾ ഡയബറ്റിക് പേഷ്യന്റ് കാലം ഇൻസുലിൻ ഓവർഡോസ് ആയിട്ടുണ്ടാവും, എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? കോമയിലേക്ക് പോകാം. ഈവൻ നോർമലായിട്ട് തല ഇറങ്ങിയാണ്ട് വീഴാം, എന്ത് സംഭവിക്കാമല്ലോ. അപ്പൊ എല്ലാത്തിലും നമുക്ക് CPRന്റെ ഒരു ആവശ്യകതയില്ല. CPR എന്ന് പറയുന്നത് അതിന്റെ നീഡഡ് ആയിട്ടുള്ള സ്ഥലത്ത് മാത്രമേ കൊടുക്കേണ്ടുള്ളൂ. എല്ലാവരും പോയി CPR ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ചിലപ്പോൾ CPR ചെയ്തിട്ട് നമ്മൾ കൊല്ലും. മറ്റേ പടത്തിലുണ്ട്, മഹേഷിന്റെ പ്രതികാരത്തിലുണ്ടല്ലോ, ഇന്ന് ഞാൻ ശരിയാക്കി തരാറാണ്ട് എല്ലാവരും ആഞ്ഞു പിടിക്കണം, ആ അവസ്ഥയിലേക്ക് പോകാതെ. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് എൻഷ്യൂർ റെസ്പോൺസ് എങ്ങനെ ചെക്ക് ചെയ്യണമെന്നില്ല. എൻഷ്യൂർ സേഫ് പ്ലേസിന് ശേഷം റെസ്പോൺസ് എങ്ങനെ ചെക്ക് ചെയ്യണം, ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ട് മാത്രം ചെക്ക് ചെയ്താൽ. ഇത് കുട്ടികളിലൊക്കെ വ്യത്യാസമുണ്ട്.
ചിൽഡ്രനിലേക്ക് വരുമ്പോൾ നമുക്ക് ഷോൾഡറിൽ 1 ടാപ്പ് മതി. ഇൻഫൻസിലാണെന്നുണ്ടെങ്കിൽ കാലിലാണ് നമ്മൾ നോക്കേണ്ടത്. അതാണ് വ്യത്യാസം. ഇതേ സെയിം തിങ് തന്നെ ഇപ്പോൾ ചിൽഡ്രൻസ് എന്ന് പറയുമ്പോൾ 1 വയസ്സ് മുതൽ ഒരു നമ്മളെ പ്യൂബർട്ടി ടൈം വരെ നമുക്ക് ചിൽഡ്രൻസ് എടുക്കാം. അങ്ങനത്തെ ആളുകൾ നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒരു സൈഡിൽ തന്നെ തട്ടിയാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടികൾ 1 വയസ്സിന് താഴത്തുള്ള കുട്ടികളാണെങ്കിൽ കാലിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, റെസ്പോൺസ് ചെക്ക് ചെയ്താൽ മതി. അതിന് നമുക്ക് വെർബൽ റെസ്പോൺസ് നോക്കാം, ഐ ഓപ്പണിംഗ് നോക്കാം, ലിം മൂവ്മെന്റ്സ് നോക്കാം, ബ്രീത്തിങ് നോക്കാം. ഇതൊക്കെ നമുക്ക് ആ സമയത്ത് തന്നെ റെസ്പോൺസിന്റെ സമയത്ത് ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ്, അപ്പൊ ഇതിൽ 2 കാറ്റഗറിയാണ് ഇപ്പോൾ വരുന്നത്. അത് ഒന്ന് റെസ്പോൺസീവ് ആയിട്ടുള്ള ആളുകളും ഉണ്ടാവും, നോൺ റെസ്പോൺസീവ് ആയിട്ടുള്ള ആളുകളും ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ ഇതേ സാഹചര്യത്തിൽ തന്നെ ചിലർ റെസ്പോണ്ട് ചെയ്യും, ചിലർ നമ്മളോട് പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യില്ല. അപ്പൊ ഇനി റെസ്പോൺസീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട സംഗതി എന്താണ്? ഒബ്സർവ് ദ വിക്ടിം, റിക്കവറി പൊസിഷൻ ആൻഡ് ഷിഫ്റ്റ് ടു നിയറസ്റ്റ് മെഡിക്കൽ ഫെസിലിറ്റി. അതായത് ഓക്കെയാണ്, നമ്മൾ വിളിച്ചപ്പോൾ അയാൾക്ക് റെസ്പോൺസ് ഉണ്ട്, അങ്ങനെയാണെന്ന് നമ്മൾ ഒബ്സർവ് ചെയ്താൽ മതി. ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, റിക്കവറി പൊസിഷനിലേക്ക് കൊണ്ടുവരിക. റിക്കവറി പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഏത് പൊസിഷനാണ്? റിക്കവറി പൊസിഷൻ നോർമലായിട്ട് ഇങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ട സംഗതി റിക്കവറി പൊസിഷൻ. ഇടത്തെ സൈഡിലേക്ക് ഞാൻ കാണിച്ചു തരാം. നമ്മളിവിടെ ഡെമോ വരുമ്പോൾ ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം. ഇടത്തെ സൈഡിലേക്ക് നമ്മൾ അവരെ ചെരിച്ച് കടത്തുക, കൈ ഇങ്ങനെ ആക്കിയിട്ട് ചെരിച്ച് കടത്തുന്നതിനാണ് റിക്കവറി പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾക്ക് റെസ്പോൺസ് ഉണ്ട്, അയാൾ നമ്മൾ തട്ടുമ്പോൾ ഉണരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ചെയ്യുക. ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാം. അത് ചിലപ്പോൾ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള റീസണെ കൊണ്ടാവും എന്ത് സംഭവിച്ചിട്ടുണ്ടാവുക, ഈ പറഞ്ഞ ചെറിയ ഒരു ബോധക്കേട് അവിടെ വന്നിട്ടുണ്ടാവുക. മനസ്സിലാവുന്നുണ്ട്? ഇപ്പോൾ ചിലപ്പോൾ പ്രോപ്പറായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടാവില്ല, ഹൈപ്പോഗ്ലൈസീമിക് ആയതാവും, അങ്ങനെ ഏത് രീതിയിലും അത് സംഭവിക്കാം.